സൂര്യ ചിത്രം റെട്രോ ഇപ്പോൾ കണ്ടിറങ്ങിയതേ ഉള്ളൂ. പോസിറ്റീവും നെഗറ്റീവും ചേർന്ന ഒരു മിക്സഡ് റെസ്പോൺസ് വേണമെങ്കിൽ പറയാം. കാർത്തിക് സുബ്രാജ് എന്ന സൂപ്പർ ഡയറക്ടർ, അയാളുടെ മഹാൻ, അതുപോലെ പേട്ടെ, ജിഗർദണ്ഡ XX പോലുള്ള സിനിമകൾ വെച്ച് നോക്കുമ്പോൾ അയാളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു പടം നമുക്ക് കിട്ടിയിട്ടില്ല. ഫസ്റ്റ് ഹാഫ് വലിയ കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാം. സൂര്യയുടെ നല്ല ഇൻട്രോ ആയിരുന്നു, ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു. ജയറാം വെറുപ്പിച്ചു. ജയറാം എന്തിനാണ് ഇങ്ങനെ മലയാളികളുടെ വില കളയാൻ വേണ്ടി പോകുന്നത്? സൂര്യയുടെ ഒരു സിനിമയിൽ മോഹൻലാൽ പണ്ട് അഭിനയിച്ചായിരുന്നു, അതിനെയും എനിക്ക് ഒരുപാട് വിഷമായി പോയി. പ്രധാനമന്ത്രിയുടെ റോളിൽ, ആ പടത്തിൻ്റെ പേര് മറന്നുപോയി. ഇതുപോലെ നാണം കെടുത്താനായിട്ട്, മലയാളികളെ നാണം കെടുത്താനായിട്ട് ജയറാമിനെ പോലുള്ള നടൻ ചെയ്യരുതെന്നാണ്. ജോജു ജോർജൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോയെങ്കിലും ഈ പടത്തിന് കിട്ടേണ്ട ഒരു ഹൈപ്പോ ആ റേഞ്ചിലോട്ടൊന്നും വന്നിട്ടില്ല. പടം ടോട്ടലി എടുത്തു കഴിഞ്ഞാൽ, അതായത് പടം ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും എടുത്തു കഴിഞ്ഞാൽ, നമ്മളൊരു പടം കാണുമ്പം കുറച്ച് ഭാഗങ്ങൾ കാണാനല്ലോ, മൊത്തത്തിൽ കാണാനല്ല ഇരിക്കുന്നത്. ഇപ്പോൾ ടോട്ടലി നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഒരു ബിലോ ആവറേജ് രീതിയിലോട്ട് ഇഷ്ടപ്പെടും. സൂര്യ ഫാൻസിന് കുഴപ്പമില്ലാത്ത രീതിയിൽ അവർക്ക് കുറച്ച് ആഘോഷിക്കാനുള്ള, അതായത് നമ്മുടെ റീൽസൊക്കെ ഇട്ട് ആഘോഷിക്കാൻ വേണ്ടിയുള്ള കുറേ സംഭവങ്ങളൊക്കെ കിട്ടും. പാട്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ചിരിയുടെ എലമെൻറ്റ്സ് വളരെ ബോറായിപ്പോയി, വളരെ മോശമായിപ്പോയി, ക്രിഞ്ചായിപ്പോയി. പ്രേമം വളരെ ക്രിഞ്ചായിപ്പോയി. പിന്നെ ഫൈറ്റും അതുപോലുള്ള സംഭവങ്ങളും അതെല്ലാം കിടിലമായിരുന്നു. ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ ഒരു ബിലോ ആവറേജ്. ഇതാണ് എൻ്റെ റിവ്യൂ.